ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു താളുകറി ആയാലോ? കർക്കിടകമൊക്കെ പിറന്നില്ലേ, കർക്കിടകം പകുതിയാകാൻ പോണ്. അപ്പോൾ നമുക്കിന്നൊരു താളുകറി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ചാക്കിലാണ് ചേമ്പ് നട്ടിരിക്കണേ. അപ്പോൾ അതിൽ നിന്ന് 2 താളെടുക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ താളല്ല നമ്മൾ കറി വെക്കണേ. ഈ പാടത്തിൻ്റെയൊക്കെ വരമ്പത്തൊക്കെ ഉണ്ടാകുന്ന ചെറിയ താളില്ലേ, അതാണ് കർക്കിടക മാസമൊക്കെ ആകുമ്പോഴത്തേനും മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ നമ്മൾ കറി വെക്കണത്. അപ്പോൾ ഇന്നും അത് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ താൾ കൊണ്ടൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ അതേ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. 3-4 പ്രാവശ്യം കഴുകി നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. പിന്നെ ഈ താള് ചെമ്മീനിട്ട് വെക്കുവേ. ചെമ്മീനിട്ട് ഒരു ചെറിയ കഷ്ണം കുടംപുളിയും കൂടെ ഒക്കെ ഇട്ട് വെക്കും. അതിനും ഒരു പ്രത്യേക രുചിയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ താള് പാടത്തിൻ്റെയൊക്കെ വരമ്പത്തൊക്കെ ഉണ്ടാകുന്ന ആ താളാണ് രുചി കൂടുതൽ. ചെമ്മീനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടാൻ ഒരു പ്രത്യേക രുചിയാണേ. അപ്പോൾ നമുക്കത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കാം. കുക്കറിലാണെങ്കിൽ ഒറ്റ അടി അടിച്ചെടുത്താൽ മതിയേ. ഞാനിപ്പോൾ ഇതിവിടെ അടപ്പിലാണ് വെക്കണേ. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ താളൊന്ന് അരിഞ്ഞെടുക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഉപ്പിട്ടിട്ടില്ല, ഉപ്പ് നമുക്ക് പിന്നീട് ഇടാം, പരിപ്പ് വെന്തതിന് ശേഷം. അപ്പോൾ ഞാൻ ഒരു 5-6 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. വെള്ളക്കാന്താരിയാണേ. വെള്ളക്കാന്താരി നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇങ്ങനെ കത്തി വെച്ച് ഒരു വശം വലിച്ചാൽ മതിയേ, പെട്ടെന്ന് പോരും. ഈ താൾ നമ്മൾ നല്ല നെയ്യുള്ള ചാളയിലൊക്കെ ഇട്ട് വെക്കാൻ നല്ലതാണ്. നെയ്യുണ്ടെങ്കിലേ ടേസ്റ്റുള്ളൂ കേട്ടോ. അപ്പം നമുക്കിതെല്ലാം ഇങ്ങനെ തന്നെ ചീകിയെടുക്കാം. ഇതിൻ്റെ കൂമ്പും കൂടെ എടുക്കുവാണെങ്കിൽ നല്ലതാണ്. നല്ല കിളുന്ത് താളായിരിക്കും. കടയും കൂമ്പും എല്ലാം കൂടെ ഒരുമിച്ച് അരിഞ്ഞെടുക്കണം. എന്നിട്ട് അത് ഇടിച്ച മുളകൊക്കെ ഇട്ട് താളിച്ചെടുത്താലും മതി. ചുവന്നുള്ളിയൊക്കെ കുത്തിച്ചതച്ചിട്ട്. പച്ചമുളക് ഞാനിങ്ങനെ പഴുത്ത് മൂത്ത് വരുമല്ലേ, ഈ നിറം മാറി വരുമ്പോഴാണ് പറിച്ച് എടുത്ത് വെക്കും. അപ്പോൾ നമുക്ക് ഈ പച്ചമുളക് ഒരു 3-4 എണ്ണം അരിഞ്ഞിടാം. ബാക്കി നമുക്ക് അരക്കണ കൂടെ ഇടാം. തേങ്ങ അരക്കുമ്പം ആ കൂടെ ഇടാം. ഇനി താള് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഒരു 3-4 ഇങ്ങനെ പൊളന്നെടുത്തിട്ട് 3-4 പ്രാവശ്യം ഇങ്ങനെ പൊളന്നെടുത്തിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. ഇതിപ്പോൾ ഒത്തിരിയൊന്നുമില്ല. ഇത് തിളച്ച് കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് ചുങ്ങിപ്പോവേ. അപ്പോൾ ഇത് നമ്മുടെ പരിപ്പൊക്കെ തിള വന്നിട്ടുണ്ട്, വെന്തിട്ടുമുണ്ടേ. ഒത്തിരി അങ്ങോട്ട് വെന്തങ്ങോട്ട് ഉടയണ്ട. നമുക്ക് ഈ താളും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് തിളക്കണേ. അപ്പോഴത്തേനും താള് നല്ലതുപോലെ വെന്ത് കിട്ടും. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. മഞ്ഞൾപ്പൊടിയും ഉപ്പും. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. കല്ലുപ്പാണ് ഇടുന്നത്.
ഇന്ന് തിളവറ്റെ. ആ നേരത്തെ ഇതിനൊരു അരപ്പ് റെഡിയാക്കാം. അപ്പം ഞാൻ ദേ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരൽപ്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പും താളും വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. പരിപ്പ് വെന്തിട്ടുണ്ട്, ഇനി താളൊന്ന് വെന്താൽ മതിയല്ലോ. താള് വാടിപ്പോകാതെയൊക്കെ വേണം വേവിച്ചെടുക്കാനായിട്ട്. നല്ല തീയിലിട്ട് വേവിക്കണം, അല്ലെങ്കിൽ ചൊറിച്ചലുണ്ടാവുമേ. അപ്പോൾ നമുക്ക് ഈ തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചൊറിയുന്ന താളാണെങ്കിൽ ഒരു നുള്ളു വാളംപുളി എടുത്തിട്ട് പിഴിഞ്ഞൊഴിച്ചാൽ മതി. ഇതിനിപ്പോൾ ചൊറിച്ചിലൊന്നും ഇല്ലാത്ത നല്ല ചേമ്പ് താളാണേ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് കടുക് വറുക്കുകയും കൂടി ചെയ്യണേ. നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ ഒന്ന് കടുക് വറുക്കണതാണ് നല്ലത്. നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ചൂടാവട്ടെ വെളിച്ചെണ്ണ. അപ്പം ഞാനിവിടെ തീ ഓഫാക്കിയിട്ടുണ്ട്. കറിയുടെ ചട്ടിയുടെ ചൂടും കൊണ്ട് തിളക്കണതാണ്. ഒരല്പം കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടട്ടെ. കടുക് പൊട്ടി വരുമ്പോഴത്തേനും കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ 2 ചുവന്നുള്ളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചുവന്നുള്ളി എടുത്തിട്ടില്ല. കറിവേപ്പിലയും 2 വറ്റൽമുളകുമാണ് എടുത്തിരിക്കണേ. ഇനി ഒരു നുള്ളു മുളക് പൊടി. കറിക്ക് നല്ലൊരു നിറവും കൂടെ കിട്ടുമേ. അപ്പം നമ്മൾ പച്ചമുളക് തേങ്ങയുടെ കൂടെ അരച്ചിട്ടും ഉണ്ടായിരുന്നു 2-3 എണ്ണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പരിപ്പും താളും വെച്ചത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.